ജീവിതത്തിൽ നമുക്കൊന്നും അഭിനയിക്കാൻ അറിയത്തില്ല. അത് കറക്റ്റ് ദേഷ്യമാണ് ദേഷ്യം മൊത്തം ഉണ്ടാവും, സന്തോഷമാണ് സന്തോഷം ഉണ്ടാവും. പൊന്നമ്മ ബാബു എന്ന വ്യക്തിയിലേക്ക് വന്നാൽ ഓക്കെ, യഥാർത്ഥത്തിൽ സിനിമാ ജീവിതത്തിനപ്പുറത്ത് പാചകം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, ഫാഷനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന, ഈ തിരക്കുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മൂന്ന് തരത്തിലുള്ള മേഖലകളാണ്. എന്താണ് ഇപ്പം ഇനിയുള്ള പ്ലാൻ? അങ്ങനെ വ്യത്യസ്തമായ വേഷങ്ങൾ കിട്ടട്ടെ, അങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് പുതിയ തലമുറ ആലോചിക്കട്ടെ. അവർക്ക് ഒരു എന്താ പറയുക, പൊന്നമ്മ ചേച്ചിക്ക് എല്ലാവരുടെയും വിചാരം ഒന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു 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 ഞാനിപ്പോൾ കരയുന്ന അമ്മ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരു താടകയായി അമ്മ ചെയ്തിട്ടുണ്ട്. നാടകത്തിൽ നിന്നും എൻ്റെ സ്റ്റേജ് ഷോന്നും എല്ലായിടത്തും കൂടെ ഉണ്ടാക്കിയെടുത്ത വലിയ യാത്രയാണത്. എല്ലായിടത്തും ബിഗ് സ്ക്രീൻ പോലെ തന്നെ മിനി സ്ക്രീനിലൂടെ ഉണ്ട് എനിക്കത്. അതിനെനിക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതെന്നെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊരു ചോദ്യം എന്നോട് തന്നെ എനിക്കുണ്ടായിരുന്നു. പിന്നീട് മനസ്സിലാക്കി, നമ്മളെല്ലാം പഠിക്കുകയാണല്ലോ, നമ്മളെല്ലാം മാറി നിന്ന് അവർ ചെയ്യുന്നത്, അവർ എന്താ പറയുന്നത്. നമസ്കാരം. കാക്ടസ് മീഡിയയിൽ ഇന്ന് എനിക്കൊപ്പമുള്ളത് മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഒരു കഥാപാത്രമാണ്, ഒരു നടിയാണ്. പൊന്നമ്മ ബാബു ആണ് നമ്മളോടൊപ്പം ഉള്ളത്. പൊന്നമ്മ ചേച്ചി നമസ്കാരം. നമസ്കാരം. നമുക്ക് ഇപ്പോൾ റൈഫിൾ ക്ലബ്ബ് വരെ എത്തി നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു പൊന്നമ്മ ചേച്ചി എന്ന് പറയുമ്പോൾ, പൊന്നമ്മ ബാബു എന്ന് പറയുമ്പോൾ തന്നെ ചിരിയാണ്, ചിരിച്ച മുഖം, ചിരിച്ച കഥാപാത്രം, ചിരി ഉണർത്തുന്ന ഒരുപാട് രംഗങ്ങൾ ഒക്കെയാണ് എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത്. ചേച്ചി ശരിക്കും ജീവിതത്തിലും ഭയങ്കര ചിരിച്ച് സന്തോഷമായിട്ടിരിക്കണം എന്നാഗ്രഹിക്കുന്ന, എപ്പോഴും ചിരിച്ച മുഖമുള്ളൊരു കഥാപാത്രമാണോ? എനിക്കെപ്പോഴും വീട്ടിലാണെങ്കിലും അല്ലാതെയും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത് പലരും എന്നെ കാണുമ്പം പറയും ഞാൻ ഹാപ്പിയാണെന്ന്. കാരണം നമ്മുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്ത് കാണുമല്ലോ. പ്രയാസമുള്ളത് ഞാൻ പ്രത്യേകിച്ച് ജീവിതത്തിൽ നമുക്കൊന്നും അഭിനയിക്കാൻ അറിയത്തില്ല. അത് കറക്റ്റ് ദേഷ്യമാണ് ദേഷ്യം മൊത്തം ഉണ്ടാവും, സന്തോഷമാണ് സന്തോഷം ഉണ്ടാവും. അപ്പം അതാണ്. പിന്നെ നമ്മളെ കാണുമ്പം പ്രേക്ഷകർ ചിരിക്കുക, അല്ലെങ്കിൽ അവർ വന്ന് എനിക്ക് സന്തോഷിപ്പിക്കാൻ, അവരുടെ ഫേസിലൊരു സന്തോഷം കൊടുക്കാൻ പറ്റുന്ന എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമല്ലേ. പിന്നെ ഇപ്പം എല്ലാവരെ കൊണ്ടും പറ്റുമോ? അത് പറ്റില്ലല്ലോ. അപ്പോൾ അത് നമ്മളൊക്കെ അത് ഇത്ര വർഷം കൊണ്ട് നേടിയെടുത്തത് അതൊക്കെ, മനസ്സിലായോ? ഒരു നിമിഷം കൊണ്ട് അവരെ ചിരിപ്പിച്ചതല്ല. അവർ നമ്മുടെ ഓരോ കഥാപാത്രങ്ങൾ കണ്ട് അവരുടെ മനസ്സിൽ കയറി അത്രയും അവർ നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മളെ കാണുമ്പോൾ അയ്യോ ഞങ്ങളുടെ പൊന്നമ്മ ചേച്ചി, ഞങ്ങളുടെ പൊന്നമ്മ ചേച്ചി എന്നവർ പറയുന്നത്, വന്ന് അവർ സ്നേഹം പ്രകടിപ്പിക്കൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം. ഒരുപോലെ തന്നെ സീരിയലിൽ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ സിനിമയിൽ വരുന്നുണ്ട്, അതേസമയം സ്റ്റേജ് ഷോകളിൽ പോകുന്നുണ്ട്. ഈ തിരക്കുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മൂന്ന് തരത്തിലുള്ള മേഖലകളാണ്. ഇത് ഒരു കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ടോ? എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. സ്റ്റേജ് ഷോ വരുമ്പോൾ അതിന് പറയാൻ കൂടും. അപ്പോൾ മിനിസ്ക്രീനിലാണെങ്കിൽ ഞാൻ നോക്കും എൻ്റെ ഫിലിമിൻ്റെ. പിന്നെ മിനിസ്ക്രീനിൽ ഞാൻ സീരിയൽ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും. കാരണം ഓൾറെഡി ഞാൻ ബിഗ് സ്ക്രീനിൽ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ അവരുടെ അടുത്ത് പറയും, എനിക്ക് ഒരു നല്ല സിനിമയുടെ ഓഫർ വരുവാണെങ്കിൽ നിങ്ങൾ ഡേറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയും. അവർ തീർച്ചയായും പൊന്നമ്മ ചേച്ചി, തീർച്ചയായും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ മിസ്റ്റർ ഹിറ്റ്ലർ ചെയ്യുന്ന സമയത്ത് 3 കൊല്ലത്തെ ഒരു കരാറ് ആയിരുന്നു അവരുമായിട്ട്. കരാറെന്ന് പറയാൻ പറ്റില്ല, 3 വർഷം പോയി ആ സീരിയൽ. ആ സമയത്ത് ഫിലിം വരുന്ന സമയത്ത് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒക്കെ പോയി ഒരു പടം ഞാൻ ഒക്കെ ചെയ്തിട്ടുണ്ട് പോയിട്ട്. അവരത് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സന്തോഷിക്കുകയും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു പേരും എന്ന് പറയുന്നത് ഞാൻ ബിഗ് സ്ക്രീനിൽ നിന്ന് മാത്രം ഉണ്ടാക്കിയെടുത്ത പേരല്ല. ഞാൻ മിനി സ്ക്രീനിൽ നിന്നും എൻ്റെ നാടകത്തിൽ നിന്നും എൻ്റെ സ്റ്റേജ് ഷോന്നും എല്ലായിടത്തും കൂടെ ഉണ്ടാക്കിയെടുത്ത വലിയ യാത്രയാണത്. എല്ലായിടത്തും ബിഗ് സ്ക്രീൻ പോലെ തന്നെ മിനി സ്ക്രീനിലൂടെ ഉണ്ട് എനിക്കത്. അതിനെനിക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം പല കഴിവുകളും ഞാൻ മിനി സ്ക്രീനിൽ തെളിയിച്ചിട്ടാണ് ഞാൻ ബിഗ് സ്ക്രീനിലോട്ട് വന്നത്. അവിടെയാണ് ഞാൻ കാണിച്ചു കൊടുത്തത് എനിക്കെന്താ ഇതെന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോഴാണ് അയ്യോ പൊന്നമ്മ പോയിട്ട് അത് ചെയ്തില്ല, അത് കൊള്ളാമല്ലോ, അപ്പോൾ നമുക്ക് പൊന്നമ്മയുടെ സിനിമ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് സിനിമകളൊക്കെ ധാരാളം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഞാൻ മിനി സ്ക്രീനെ എൻ്റെ വലതുവശത്ത് എൻ്റെ സിനിമ,
എൻ്റെ ഇപ്പൊ ഈ വർഷത്തെ എൻ്റെ screen ഞാൻ അങ്ങനെയാ വെച്ചിരിക്കുന്നത്. ഇപ്പം ചേച്ചി ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള കോമഡി ആയിട്ടുള്ള തഗ് പറയുന്ന അങ്ങനത്തെ കഥാപാത്രങ്ങളാണ്. ഇപ്പൊ അമ്മ വേഷങ്ങൾ ചെയ്താലും അതും കുറച്ച് തഗ്ഗുള്ള അമ്മ, അല്ലെങ്കിൽ ഇച്ചിരി വില്ലത്തി ആയിട്ടുള്ള ഇച്ചിരി കോമഡി പറയുന്ന കൗണ്ടർ പറയുന്ന അമ്മ, ഇതൊക്കെയാണല്ലോ എപ്പോഴും. അപ്പോൾ ശരിക്കും പൊന്നമ്മ ചേച്ചിക്ക് വരുന്ന കഥാപാത്രങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ അത്തരങ്ങളായി മാറുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഫേസിന്റെ ഭാഗമാകുന്നുണ്ടായിരുന്നു. ഇത് ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴാണ്, ഇപ്പം റൈഫിൾ ക്ലബിൽ എത്തി നിൽക്കുമ്പോൾ അത് പൊളിയുന്നു. അപ്പൊ എന്താണ് ഇപ്പം ഇനിയുള്ള പ്ലാൻ? അങ്ങനെ വ്യത്യസ്തമായ വേഷങ്ങൾ കിട്ടട്ടെ, അങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് പുതിയ തലമുറ ആലോചിക്കട്ടെ. അവർക്ക് ഒരു എന്താ പറയുക, പൊന്നമ്മ ചേച്ചിക്ക് എല്ലാവരുടെയും വിചാരം ഒന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു 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 ഞാനിപ്പോൾ കരയുന്ന അമ്മ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരു താടകയായി അമ്മ ചെയ്തിട്ടുണ്ട്, ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തം മാറി പെട്ടെന്ന് തന്നെ തോക്കെടുക്കുന്ന ഒരാളായിട്ട് ഒരിക്കലും എന്നെ ആരും എന്നെ ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ അവിടെ എന്നെ ഓർത്തത് ആശിക്കപ്പോവാ. അതിന്റെ ഒരു റിസപ്ഷൻ ഭയങ്കര ഗംഭീരമായിരുന്നു അല്ലേ? പിന്നെ ആ സിനിമയുടെ ഒരു കയ്യടിയും ക്ലാപ്സും കിട്ടിയപ്പം എന്നോട് പലരും ചോദിച്ചു തുടങ്ങി. ചോദിച്ചു ആ സമയത്ത്, ഇനി സിനിമ നിർത്തിക്കൂടെ? ഈ കയ്യടിയും ഇതും പോരെ ഒരാൾക്ക് ഈ ജന്മത്തിൽ സന്തോഷിക്കാൻ? ഈ ജന്മത്തിൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ മതി, ഇനി എനിക്കിനി വേണ്ട എന്ന് പറയാൻ ഒരു 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 സാഹചര്യമാണ് എനിക്ക് ആ പടം നൽകിയത്. എന്നോട് ഇങ്ങോട്ട് നമ്മുടെ സൂര്യപ്രിയ ചോദിച്ചേ, പൊന്നൂസേ ഇത് പുള്ളി എന്താ വേണ്ടേ, ഇനി അഭിനയിക്കണോ? കാരണം ഞാൻ ആ ഒരു വലിയൊരു ത്രൂ ഔട്ട് വേഷം അല്ലെങ്കിൽ പോലും അതിൻ്റെ ഓരോരോ പോർഷനിലുള്ള ഓരോരോ സാധനങ്ങൾ പ്രേക്ഷകർക്ക് അത്രയും ഒരു 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 ഹരന്ന് കൊള്ളിക്കുന്ന, അല്ലെ പ്രേക്ഷകരെ കൈയടിക്കുന്ന ഒരു സാധനമാണ് സിനിമ ചെയ്തപ്പോഴും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വിചാരിച്ചില്ല. ഉണ്ണിമായി പറയും, എൻ്റെ അടുത്ത് ശാംപുഷ്കറിന്റെ വൈഫ് ശ്യാമം പറയും, പൊന്നമ്മ ചേച്ചിക്ക് അവിടെ അത് നല്ല മാസമായിരിക്കും, ഇവിടെ നല്ല മാസമായിരിക്കും. ഞാൻ വിചാരിക്കും വെറുതെ എന്ത് മാസം, ചുമ്മാ പറയാ മാസം എന്ന്. പക്ഷെ ഞാൻ ആഷിക്കപ്പൂ ആ ടീമിനോടൊപ്പം പിന്നെ ഫോറം മോളിൽ തിയേറ്ററിൽ ഇരുന്ന് അവരോടൊപ്പം സിനിമ കണ്ടപ്പോഴാണ് ഓരോ പോർഷൻ എങ്ങനെ എടുക്കുന്ന എന്നെ കണ്ടപ്പോ ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞ അതിനെനിക്ക് ആ ഒരു വ്യത്യസ്ത വേഷം തന്നത് എനിക്ക് അതല്ല. നിങ്ങൾ എടുത്തു നോക്കൂ, നിങ്ങളിപ്പോ ബാബുരാജിനെ എടുത്തു നോക്ക്. നമ്മള് ഒരുപാട് ആൾക്കാർക്ക് വ്യത്യസ്തത മറ്റു വേഷത്തിൽ നിന്നും വേറൊരു വേഷത്തിലേക്ക് പകർന്നാടാൻ അവസരം കൊടുത്തിട്ടുള്ള ഡയറക്ടറാണ് ആഷിഖ് കപൂർ. എനിക്ക് ആഷിഖ് കപൂറിനോട് അതിനെ താങ്ക്സ് പറയാം ഈ ഇന്റർവ്യൂവിൽ. ഞാൻ ഒത്തിരി പറഞ്ഞതാ, എന്നാൽ ആ റൈഫിൾ ക്ലബ് പറയുമ്പോ എന്തായാലും ഞാൻ താങ്ക്സ് ഷാംപുഷ്കറിനും നമ്മുടെ ദിലീഷ് പോത്തനും നമ്മുടെ ആഷിഖ് കപൂരും ആ ടീമിന്, മൊത്തം ടീമിന്. ആദ്യമായിട്ടായിരിക്കും തോക്ക് കാണുന്നത്, ആദ്യമായിട്ടായിരിക്കും തോക്കെടുത്ത് പിടിക്കുന്നത്. ഇനി ഇത് കൃത്യമായിട്ട് വെടിവെക്കുകയും വേണം. ആ സീൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ സിനിമ ചെയ്യുന്ന സമയത്ത് തോക്കെടുക്കുന്ന ആ സീൻ അല്ലെങ്കിൽ അത് വെടിവെക്കുന്ന ആ സീൻ എന്തായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? അല്ലെങ്കിൽ അത് അല്ല അന്ന് ടെൻഷൻ ഉണ്ടായിരുന്നോ? അത് ഞങ്ങളെ ആദ്യമേ തോക്കെടുക്കാൻ പഠിപ്പിച്ചായിരുന്നു. അവിടെ അതും പ്രാക്ടീസ് ചെയ്യാൻ ആളുണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ രസം അതല്ല, റൈഫിൾ ക്ലബ് ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ മീഡിയക്ക് ഇന്റർവ്യൂ കൊടുത്തത് ഞാനാണ്. അതിന് എനിക്ക് സോഷ്യൽ മീഡിയ അവാർഡ് വരെ ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ ഈ റൈഫിൾ ക്ലബിന്റെ പേരില്. അപ്പം എല്ലായിടത്തും ഞാൻ ഈ തോക്കെടുത്ത കഥയാ, എല്ലാത്തിനും ഏത് ഇന്റർവ്യൂ എടുത്ത തോക്കെടുത്താലുള്ള കഥയാ. ഒത്തിരി ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രേക്ഷകർക്ക് ബോറടിക്കണ്ട. അത് പ്രാക്ടീസ് ചെയ്ത് അതിനാളുണ്ടായിരുന്നു. അത് കറക്റ്റ് സമയത്ത് നമ്മൾ ഇങ്ങനെ അതിൻ്റെ ക്ലാസ് കിട്ടി. അതിൻ്റെ അലമാരിയിൽ നിന്ന് ഉള്ളിൽ നിന്ന് വെക്കുന്നതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ക്യാമറയുടെ നമുക്കൊരു പൊസിഷൻ തന്നിട്ടുണ്ടായിരുന്നു വെടി നേരെ വെക്കാൻ വേണ്ടിയിട്ട്. പിടിച്ചിട്ട് പിന്നെ തുറന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തുറന്നിട്ട് വേണമല്ലോ തോക്ക് ഇങ്ങനെ പിടിക്കാനായിട്ട്. ആ ഒരു ടൈമും കാര്യങ്ങളും ആംഗിളെല്ലാം കറക്റ്റ് ആയിരിക്കണമല്ലോ, അത് മതി. പക്ഷെ ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആയി. എല്ലാവരും സെറ്റ് മൊത്തം ക്ലാപ്സ് അടിച്ചു, നന്നായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ആഷിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ചെയ്യുമെന്ന്. വിശ്വാസമില്ല ചേച്ചിക്കൊരു അത് ഏത് സിനിമ ചെയ്യുമ്പോഴും എല്ലാരും പറയും. ഇപ്പം നിങ്ങളെ പോക്കിരിരാജ എന്ന പടം ഞാൻ ചെയ്യുന്നു, പോക്കിരാജ ഞാൻ പടം ചെയ്യുമ്പോഴും അതിനകത്ത് ഋഷഭാവ് മരിച്ചു കിടക്കുമ്പോൾ ഞാൻ സാരി എടുത്തുകൊണ്ട് പെറുക്കിയെടുത്ത് പറയും, ഈ പത്രക്കാരും ചാനലുകാരൊക്കെ ഇപ്പോൾ ഓടിയെത്തും, ഞാൻ ഏത് സാരി കൊടുക്കുന്നു കരച്ചിലും ബഹളങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് അതിനകത്ത്. അപ്പോഴാണ് ഋഷഭാവ് എഴുതിട്ട് എന്താ അവിടെ ഒച്ച, ഇങ്ങനെ ചത്തില്ലേ എന്ന് ഞാൻ ചോദിക്കണത്. വെറുതെ ആശിപ്പിച്ചു കൊതിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. ആ സാധനം തിയേറ്ററിൽ കയ്യടി കിട്ടിയെന്ന് പറയാൻ അതൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. അത് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചോ തിയേറ്ററിൽ ഇത്രയും കയ്യടി എനിക്ക് കിട്ടുമെന്ന്. പല സീൻ അഭിനയിക്കുമ്പോഴും ഒരിക്കലും വിചാരിക്കുന്നില്ല എനിക്ക് തിയേറ്ററിൽ കയ്യടി കിട്ടുമെന്ന്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല.
അതാണ് എന്റെ ഏറ്റവും ഞാൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കയ്യിൽ കിട്ടിയെന്നില്ല എന്തായിരിക്കും. ഞാൻ ഇല്ലാത്തത് ഇതാ കിട്ടിയത്. പ്രതീക്ഷിക്കാതെ കിട്ടുന്നതിന്റെ സുഖബോധമുണ്ട്. അയ്യോ തീർച്ചയായും ഞാൻ അന്തം വിടുക. എന്നിട്ട് മേരിക്കോട്ട് കുഞ്ഞാൻ ഇറങ്ങിയപ്പോഴും എന്നോട് സന്ധ്യാമോൻ സാറെ വിളിച്ചു പറഞ്ഞ് ഇത് മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ പോയിരിക്കരുത്, പത്മ തിയേറ്ററിൽ തന്നെ വന്നിരിക്കണം. കാരണം നമ്മുടെ സീനിലെല്ലാം ഭയങ്കര കയ്യടിയാ. അപ്പൊ എനിക്കതൊക്കെ ഞാൻ അതുകൊണ്ട് ദൈവത്തിന് പറയാം, ഞാൻ എത്രയോ പടം അഭിനയിച്ചു. റൈഫിൾ ക്ലബ്ബ് വരെ എനിക്ക് അതിനുള്ള ഒരു വന്നു. ഇപ്പം ഒരുപാട് കാലം മുതലേ തുടങ്ങിയ ഒരു യാത്രയാണ്. ഒരുപാട് സീനിയർ ഇപ്പം നമ്മുടെ കൂടെ ഇല്ലാത്ത വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് സീനിയർ നടന്മാരുടെ ഒപ്പം ആർട്ടിസ്റ്റുകളുടെ ഒപ്പമൊക്കെ പല കോമ്പിനേഷൻ സീനുകളും മത്സരിച്ച് അഭിനയിക്കാൻ പറ്റി. ഇപ്പം അമ്പിളിച്ചേട്ടനാണെന്നുണ്ടെങ്കിലും പിന്നെ രാജംബിദേവുണ്ട്, ഇന്നസെന്റ് ഏട്ടനുണ്ട്. അതെ, ഒരുപാട് 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 ആളുകൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കുറച്ച് ന്യൂ ജനറേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ തരം അഭിനേതാക്കൾക്കൊപ്പം പുതിയ ജനറേഷൻ്റെ ഒപ്പമാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റുകളിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ടോ അഭിനയത്തിലോ? അല്ലെങ്കിൽ എല്ലാം മാറിയല്ലോ. പഴയ സിനിമയല്ലല്ലോ ഇപ്പോൾ. പഴയ സിനിമയിൽ അമ്മമാരുണ്ടായിരുന്നു, അച്ഛന്മാരുണ്ടായിരുന്നു, പിന്നെ കാര്യസ്ഥനുണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക വേലക്കാരത്തി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സിനിമയിൽ ഒന്നുമില്ല. ഇപ്പോഴത്തെ സിനിമയിലെല്ലാം ഇപ്പം ഒന്നും കൂടി കഥാപാത്രങ്ങൾ കുറഞ്ഞു, പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ കുറവാണ്. സത്യം, നായികമാരില്ലാത്ത സിനിമകൾ വരുന്നു. പിന്നെ ഒന്ന് രണ്ടാമത്തെ സംബന്ധിച്ച് പണ്ട് ഞാൻ അഭിനയിക്കുമ്പം ക്യാമറയ്ക്ക് ഒരു ശബ്ദമുണ്ട്, അത് ഫിലിമാണ്. അപ്പം നമ്മളൊക്കെ അന്ന് അഭിനയിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. കൂടെ നിൽക്കുന്ന മമ്മൂക്ക, ലാലേട്ടൻ അല്ലെങ്കിൽ ജഗതി ശ്രീകുമാർ, രാജംബി ദേവ്, പ്രഗത്ഭരായ ആൾക്കാരോടൊപ്പം നമ്മൾ നിന്ന് കൂടെ നിൽക്കുക. അപ്പോൾ ഡയലോഗ് പഠിച്ചിട്ട് അത് ഒറ്റ ടേക്കിൽ നമ്മൾ ഓക്കെ ആക്കണം, അല്ലെങ്കിൽ അത്രയോ ഫിലിം അവിടെ വേസ്റ്റ് ആവുക. അത് നമ്മുടെ പിന്നീടുള്ള ഒരു സിനിമ വരുമ്പോൾ ചിലപ്പോൾ ആ പടത്തിനകത്ത് അവർ വിളിക്കാൻ പറയുമ്പോൾ അയ്യോ അവരെ വിളിക്കുന്നുണ്ട്, അവർ ഫിലിം ഒരുപാട് തിന്നുന്ന ഒരുപാട് നാട്ടം വരും നമുക്കെന്ന് പറഞ്ഞ ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ ചെവിക്കൂടെ. എന്നെയല്ല മറ്റു വിളിക്കാൻ പറയുമ്പോൾ അയ്യോ അതിന് ഭാഷ പോലും അറിയാൻ പറ്റില്ല, ഫിലിം ഇത്രയടി കൊണ്ടുപോകും കേട്ടോന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയതേ അയ്യോ ഞാനും ഇനി ഇത് കറക്റ്റായിട്ട് ഇനി പറയണമല്ലോ എന്ന്. അപ്പോൾ ഒറ്റ ടേക്കിൽ ഓക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഡയറക്ടർമാർക്ക് സന്തോഷമാണ്. വെരി ഗുഡ് എന്ന് സാറും പറയും. ഇപ്പോൾ ജോർജ് സാറിൻ്റെ പടമൊക്കെ എത്ര പടം ഞാൻ സാറിനോട് അഭിനയിച്ചിരിക്കുന്നു. അപ്പോൾ സാറൊക്കെ ഒരു വേഷം ചെയ്ത് കഴിഞ്ഞ് വെരി ഗുഡ് കേൾക്കുമ്പോൾ എന്താ ഒരു സന്തോഷം. എനിക്ക് ആ കൊല്ലം ഒരു അവാർഡ് നമുക്കിനി ആ കൊല്ലത്ത് ഒരു അവാർഡും വേണ്ടത് ഇതൊക്കെ തന്നെ മതി. മനസ്സിനകത്ത് നമ്മുടെ മനസ്സ് സന്തോഷിക്കുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം. അവാർഡ് എന്നൊക്കെ ഇങ്ങനെ കൊണ്ടേ വെക്കാനുള്ള 4 പേരെ കാണിക്കാനും നമുക്ക് കിട്ടുന്ന നല്ല വാക്കുകൾ നമ്മുടെ മനസ്സിനെ സന്തോഷിക്കാൻ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഇപ്പം നമ്മളിപ്പോൾ ഹരിയുടെ സാറ് ഞാൻ ജാനിക്കുട്ടി ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുമ്പോഴും അതിനകത്ത് ഞാൻ ആ ജോമോളെയൊക്കെ അടിക്കുന്ന ഒരു സീൻ ഭയങ്കര ഒരു വല്ലാതെ ഒരു സിറ്റുവേഷൻ സീനുണ്ട് അതിനകത്ത് ട്രോളി ക്യാമറ ഇടുന്നു, ട്രോളി ഇടുന്നു, മറ്റേ പിന്നെ ട്രോളിയിൽ തന്നെ പിന്നെ 2 ഷോട്ട്, ക്ലോസ്, സജഷൻസ് എല്ലാം തന്നെ വെച്ചിരിക്കുക. MD സാർ അടുത്തിരിക്കുന്നു, ഇത് കാണാൻ സീൻ എടുക്കാൻ വേണ്ടി. കാരണം ഈ സീൻ ഇച്ചിരി ഹെവി സീനാണ്. കാരണം ആ കൊച്ചു വന്നിട്ട് ഒരാളെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എൻ്റെ മോള് വേറെ ആളെ പ്രണയിക്കുന്നു എന്ന് ഇവള് വന്ന് പറയുമ്പോൾ ഈ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ മോടെ കാര്യം ഇവള് വന്ന് പറയുന്നത്, നീ എന്ത് പാടി കണ്ടേന്നും പറ. അപ്പൊ ജോമോള് പറയുന്നുണ്ട് എന്നെ ശരിക്കും അടിക്കണേ, അടിച്ചാലേ എനിക്ക് അഭിനയം വരുള്ളൂ എന്നുള്ളത്. ഞാനാണെങ്കിൽ ഇവളെ പിടിച്ച് ശരിക്കും അടിച്ചു ശരിക്കും അടിച്ചു. എന്താ പറയുക, ആ സീൻ അത്ര വലിയൊരു സീൻ. അപ്പോഴത്തേക്കും വന്ന് പിടിക്കുന്നു, തള്ളി മാറ്റുന്നു, എന്നെ പിടിക്കുന്നു, മോളെന്നും പറഞ്ഞ് വീണ്ടും അടിക്കുന്നു. നീ എന്തോ അപ്പൊ ഡയലോഗ്സ് എല്ലാം എനിക്കാ പറയാനുള്ളത്. എന്ത് പറഞ്ഞു ഇവിടെ എന്താ പറഞ്ഞെന്ന് അറിയുമോ, എന്തോ നിങ്ങൾ എന്താ അതിന്റെ അത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങ് പെർഫോം ചെയ്തു. എല്ലാം കഴിഞ്ഞു, കട്ട് പറഞ്ഞു, മൊത്തം കയ്യടി. അന്നാണ് ഞാൻ നമ്മുടെ MD സാർ ഒന്നിങ്ങനെ ചിരിച്ചു കാണുന്നത്. MD സാർ ഒരിക്കലും ചിരിക്കത്തില്ല. സാർ ഗുഡ് മോർണിംഗ് സാർ, നമ്മളത്ര റെസ്പെക്ട് ചെയ്താൽ പോയതാ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുമ്പോൾ സാർ പറഞ്ഞാ ഗുഡ് മോർണിംഗ് ചിരിച്ചില്ല. അന്ന് സാറൊന്നിങ്ങനെ ചിരിച്ചു. എൻ്റെ മനസ്സിന് കിട്ടിയൊരു സന്തോഷമുണ്ടല്ലോ. പിന്നെ എന്നെ വിളിച്ചത് വരുമ്പോൾ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ സാറ് തന്നെ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ ഞാൻ പോയി അഭിനയിച്ചായിരുന്നു. ഈ അടുത്ത് MDയോടൊപ്പം ഉള്ള ഒരു ഫോട്ടോയൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അന്നെടുത്ത ഫോട്ടോസ് അതൊക്കെ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചെടുക്കുന്നതല്ലല്ലോ. എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. എനിക്കത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കുന്നത് അത്രയും മലയാള സിനിമയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരൊക്കെ. അപ്പോൾ അവരോടൊപ്പമൊക്കെ നിന്ന് ഒരു ചില്ലെടുക്കാൻ പറ്റുക, സാറിനോടൊപ്പം നിന്ന് സാറിൻ്റെ ഒരു പടം ഡയറക്റ്റ് ചെയ്തു MD സാർ, അത് ഞാൻ അഭിനയിക്കാൻ പറ്റി. അത് ജാനിക്കുട്ടിൽ അഭിനയിച്ചുകൊണ്ടാണ് ആ പടത്തിൽ സാർ എന്നെ വിളിച്ചത്. അത് ഞാൻ കൊള്ളത്തിലെ സാർ എന്നെ ഇവിടെ വിളിക്കില്ലല്ലോ. പിന്നെ ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് പലർക്കും എന്നിലോട്ട് എത്തിപ്പെടാനാണോ എന്നെ ഓർക്കാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇനി അങ്ങനെ ഉണ്ടെന്നൊരു സംശയമുണ്ട്. ഇപ്പൊ ചില കുഞ്ഞുങ്ങളെ ഡയറക്ടർമാര്
ഞാൻ അറിയുന്നില്ല അവരാരും, എനിക്കറിയത്തില്ല അവരാരും. ഓ ശരി. അത് അതിന്റെ ഒരു ഭാഗമുണ്ട്. ഇപ്പൊ പഴയ കുറച്ച് ആൾക്കാർ ചിലപ്പോ പെട്ടെന്ന് അവര് ഓർത്തിരിക്കത്തില്ല, പക്ഷെ പെട്ടെന്ന് അയ്യോ പൊന്നമ്മ ചേച്ചി പെട്ടെന്ന് അവർ ഓർക്കും. അതാണ് വരുന്നത്. അപ്പൊ അതുപോലെ ഇപ്പൊ ഓർക്കാൻ പറ്റിയ പടം വന്ന റൈഫിൾ ക്ലബ് ആയിരുന്നു. അതിലാണ് ഓർമ്മപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റുകയും പിന്നീടുള്ള പടങ്ങൾ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. റൈഫിൾ ക്ലബ്ബ് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിച്ചു ഇനി എനിക്കിന്ന് വരുമ്പോൾ ഞാൻ നല്ല എനിക്ക് അങ്ങനെ മതി. അതിനുള്ള സമയമായി. അതെ, അപ്പോഴാണ് പെട്ടെന്ന് മറ്റേ സുരാജിന്റെ ഒരു പടം കയറി വന്നത്. അത് അതിനകത്ത് ആ കോംബോ എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് എടുത്തതാണ് ഞാൻ. അതൊരു നല്ല രസമുണ്ടത്. അപ്പൊ അതിനകത്ത് എന്നെ വിളിച്ചിരുന്ന വാട്സപ്പ് ആ ഒരു പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അധികം പിന്നെ റൺ മാമ റണ്ണെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞ കിടക്കട്ടെ. അപ്പൊ അടുത്തത് ഞാൻ ഇതുപോലെ നല്ല കഥ. അപ്പൊ അതിനിടയ്ക്ക് ഒരു 4 പടം മാറിപ്പോയി. 4 പടം പല ഡേറ്റുകൾ വ്യത്യാസം വന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളായി. അപ്പം അഡ്വാൻസ് കിട്ടിയ കുറെ പടങ്ങളുണ്ടായിരുന്നു. അഡ്വാൻസ് ഒക്കെ കിട്ടിയ പടമുണ്ട്, അതൊന്നും നടന്നില്ല. അങ്ങനെ ഒരു 4 പടം മാറിയപ്പോ തന്നെ അത് 4 ഒരു വ്യത്യസ്ത. ഒന്നാമത്തെ നല്ലൊരു ഒരു നല്ലൊരു അമ്മച്ചി ക്യാരക്ടറായിരുന്നു. ചട്ടയും കൊണ്ടൊക്കെ കൊടുത്ത് ഞാൻ സിദ്ദിഖിന്റെ അമ്മയായിട്ടായിരുന്നു ഞാൻ അതിനകത്ത്. അതിനൊക്കെ സിദ്ദിഖ് പറയുകയും ചെയ്തു അടുത്ത പടം എന്റെ അമ്മയായിട്ടാ. അമ്മേനെന്നാ അമ്മയായിട്ട് അഭിനയിക്കുന്നുണ്ട്. എനിക്കൊരു അമ്മയല്ല അമ്മമ്മയായിട്ടാണ് ഞാൻ അഭിനയിക്കാൻ റെഡിയാ. നമുക്ക് നല്ല റോളായിരിക്കണം, നമുക്ക് പെർഫോം ചെയ്യാനുണ്ടായിരിക്കണം. അത് മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. അതെ, അത് നടന്നില്ല പടം. അത് നമ്മുടെ എന്താ പറയാ നമ്മുടെ റൈറ്റർ സേതുവിന്റെ സ്ക്രിപ്റ്റ്. അപ്പൊ അത് എന്താ സാധനം നടന്നില്ല പടം. വേറെ 2 പടങ്ങൾ അതുപോലെ തന്നെ. എന്ന് മുതലായിരിക്കും ചേച്ചിക്ക് തോന്നി തുടങ്ങിയത് ഞാൻ എന്നെ വിളിക്കുന്നതൊക്കെ ഏകദേശം ഞാൻ ചെയ്ത് പഴകിയ പോലത്തെ ഉള്ള അല്ലെങ്കിൽ എനിക്ക് പരിചിതമായിട്ടുള്ള പോലത്തെ കഥാപാത്രങ്ങളിലാണ് എനിക്കിനി മാറണം? അത് ഇപ്പോഴാണോ ആ ചിന്ത? പിന്നെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് വന്നത് ഒരിക്കലും ഒരേപോലത്തെ വേഷങ്ങളല്ല. അതുകൊണ്ട് എനിക്ക് മടുപ്പ് തോന്നിയിട്ടില്ല. ഞാനിപ്പോ ഇന്ന് ഇതിനകത്ത് ഇന്നൊരു കോമഡി ചെയ്താൽ എനിക്ക് നെക്സ്റ്റ് അടുത്ത പടം ഞാൻ ജോർജ് സാറിന്റെ പടം അവതാരം ചെയ്യുന്നത്. അവതാരത്തിൽ ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്തത്. അപ്പൊ എനിക്ക് എങ്ങനെയാ മടുക്കില്ലല്ലോ. മടുക്കുക എന്നുള്ളതിനപ്പുറത്തല്ല, ഞാൻ ഇനി ഇത് ട്രാക്ക് മാറ്റേണ്ടുന്ന സമയമായി എന്ന് ഇപ്പം എനിക്ക് ഞാൻ നിൽക്കുന്ന ട്രാക്ക് കറക്റ്റാ. പക്ഷെ അതിനൊരു എന്താ പറഞ്ഞ ട്രാക്ക് മാറ്റുക എന്ന് പറയുമ്പോ ഞാൻ അഭിനയിക്കുന്ന കാലഘട്ടത്തിലെ സിനിമയല്ല ഇപ്പം. സിനിമയാണ് മാറിയത്, ഞാനല്ല മാറേണ്ടത്. സിനിമ മാറിയപ്പോഴത്തേക്കുമാണ് ഇതെല്ലാം മാറ്റങ്ങൾ വന്നേ. വേഷങ്ങളെല്ലാം ഒന്നും ഒരുപോലെ. ഇന്നിപ്പോ നാളെ ഒരു ഹ്യൂമറിന് വിളിച്ചാലും ഞാൻ പണ്ട് എന്താ ചെയ്തേ അങ്ങനെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആഷിഖ് കപൂറിന്റെ പടത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അധികം വലിയ അഭിനയൊന്നുമില്ല. ലുക്ക്, കുറിക്കൊള്ളുന്നുണ്ട് ഡയലോഗ്, അങ്ങനത്തെ ഉള്ളൂ. ലുക്ക് അതൊക്കെ ഞാൻ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആ എക്സ്പീരിയൻസിന് അഭിനയിച്ചിട്ടില്ല. ഇപ്പൊ ജോർജ് സാറിന്റെ പടത്തിലാണെങ്കിലും സാറിന്റെ പടത്തിൽ സാറ് പറയുന്നത് നമ്മൾ ചെയ്യണം. സീക്വൻസ് ഉണ്ടാവും. സാറിന്റെ പടത്തിൽ സാർ ഇത്ര ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ മീറ്റിൽ നിന്ന് അഭിനയിക്കണം. നമുക്ക് സാർ സ്വാതന്ത്ര്യം തരും. നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നിട്ട് എന്ത് ഡെവലപ്പ് ചെയ്യാൻ സാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കൈത് കിട്ടുവാണ് സാർ സന്തോഷമാണ്. അത് കൊള്ളത്തില്ലെങ്കിൽ സാർ പറയും വേണ്ട, അത് എടുക്കണ്ട, അത് ചെയ്യണ്ട, പ്രസന്റേഷൻ മാത്രം മതി എന്ന് പറയും. അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരും. പക്ഷെ ആഷിഖ് കപൂറിന്റെ പടത്തിനകത്ത് ഞാൻ കണ്ടത് ചില ലുക്ക്, ചില നോട്ടം, ചില കുറിക്കുകൊള്ളുന്ന ഡയലോഗ്സുകള് അങ്ങനെയൊക്കെ ഉള്ളൂ. നിങ്ങൾ പടം എടുത്ത് നോക്കി അതിനകത്ത് വലിയ ഡയലോഗുകളൊന്നും ആർക്കും ഇല്ല. ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിനകത്ത് സിറ്റുവേഷൻസ് ഭയങ്കരമായിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അത് എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതെനിക്ക് ഇങ്ങനെ ഒരു പടം അർത്ഥം ചെയ്യാൻ എനിക്ക് എളുപ്പമാണ്. ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതെന്നാ ഇങ്ങനെയൊക്കെ നിൽക്കുന്നേ, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊരു ചോദ്യം എന്നോട് തന്നെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നീട് മനസ്സിലാക്കി നമ്മളെല്ലാം പഠിക്കുകയാണല്ലോ. നമ്മളെല്ലാം മാറി നിന്ന് അവർ ചെയ്യുന്നത്, അവര് എന്താ പറയുന്നത്, പുതിയതൊക്കെ പഠിക്കാൻ കിട്ടുക. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര ഡയറക്ടേഴ്സ് ഒക്കെ ഭയങ്കര ടാലന്റ് ഉള്ള പിള്ളേരുകളല്ലേ, റൈറ്റേഴ്സ് എല്ലാം നല്ല മക്കളുകളല്ലേ, എല്ലാം നല്ല കഴിവുള്ളവരല്ലേ. ക്യാമറ ഇപ്പൊ എത്ര ലേഡീസ് അസിസ്റ്റന്റും ക്യാമറയ്ക്ക് അസിസ്റ്റന്റ് ലേഡീസ്. ഇപ്പൊ കുഞ്ഞുങ്ങൾ പഴയതുപോലെയല്ല. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി രംഗത്ത് ശോഭിച്ച് നിൽക്കുന്ന യൂത്തിന്റെ ഒരു കാലഘട്ടമായി. ചേച്ചിയൊക്കെ വരുന്ന സമയത്ത് സ്ത്രീകളിലേക്ക് വരിക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഒരു അല്ല. ഞാനൊക്കെ അഭിനയിക്കുമ്പോൾ കുറച്ചുകൂടി സീനിയർ ആയ ഡയറക്ടേഴ്സാ. സാറ്, കെ മധു സാറ്, ഷാജി കൈലാസ്. ഒന്നോ രണ്ടോ പേരോ ഇടയ്ക്ക് എവിടെയോ ഉണ്ട്. ഇതുപോലെ ഒരുപാടില്ല, ഒത്തിരി പേരില്ല. അപ്പൊ ഞാൻ അഭിനയിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ സീനിയറായ ഇച്ചിരി മുതിർന്ന ആൾക്കാരുകൾ. ഇപ്പൊ അതല്ലേ, ഇപ്പോഴും നിങ്ങളുടെ പ്രായത്തിലുള്ള പിള്ളേരിലല്ലേ ഇപ്പം എല്ലാം ഇങ്ങനെ നിക്കുന്നേ. ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രോ എന്താ മച്ചാനെ, എന്താ ബ്രോ എന്നൊക്കെ പറഞ്ഞ് ചില്ലായിട്ട് നിൽക്കുന്ന ആൾക്കാരുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇനി പൊന്നമ്മ ബാബു എന്ന വ്യക്തിയിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ സിനിമാ ജീവിതത്തിനപ്പുറത്ത് പാചകം
ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, ഫാഷനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന, ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും കുറച്ച് കാലഘട്ടങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു. പൊന്നമ്മാസ് കലവറ എന്ന് പറയുന്ന ഒരു സംരംഭം ഇടയ്ക്ക് ഒരു സാരി ബ്രാൻഡിൻ്റെ ആയിട്ട് വന്നിരുന്നു. എന്താണ് ഈ സിനിമയ്ക്ക് പുറത്തുള്ള പൊന്നമ്മ ചേച്ചിയുടെ ഒരു ഇഷ്ടമേഖലകൾ? അല്ല, ഇതിനകത്ത് എനിക്ക് ഞാൻ ബൊട്ടിക്ക് തുടങ്ങിയായിരുന്നു അപ്പോൾ പക്ഷെ അത് എന്നെ കൊണ്ട് നടത്തിക്കൊണ്ട് പോകാൻ തിരക്കുകൾക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിനിടയ്ക്ക് കടയിലൊന്നും ശ്രദ്ധിക്കാൻ നേരം കിട്ടുന്നില്ല. ഒരു ജോലിക്കാരെയാണ് നമ്മൾ അതുപോലെ കൂടെ നിന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഒരാളെ ഏൽപ്പിച്ചിട്ട് പോയി കട നടത്താന്ന് പറഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ അത്രയും നല്ല ആൾക്കാരെ നമുക്ക് കിട്ടണം. പക്ഷെ എനിക്ക് തന്നെ തോന്നിയത് എന്നെ കൊണ്ട് നടക്കാത്ത വിഷയമാണ്. വേണ്ട, നല്ലതായിട്ട് കിട്ടി, നല്ലതായിട്ട് വന്നിരുന്നായിരുന്നു. അതിനിടയ്ക്ക് ഹസ്ബൻഡ് ഓസ്ട്രേലിയയിൽ പോയി, പിള്ളേരെല്ലാം അവിടെയല്ലേ, അങ്ങോട്ട് പോയി. എനിക്കിവിടെ ആരുമില്ല. ഞാൻ ഈ ജോലിക്കാരെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. അപ്പോൾ ഒരു ദിവസം വരുമ്പോൾ ഷോപ്പ് അടച്ചിട്ടില്ല. ഞാനൊരു ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന് എൻ്റെ ഷോപ്പിൻ്റെ അതിലൂടെ പോകാനും പറഞ്ഞ് ഹൈവേ കൂടെ പോയി ഞാൻ തുടങ്ങിയത് സലീരാജ റോഡില്ല, ഇവിടെ കടവന്ത്ര. എന്നാൽ ഞാൻ പറഞ്ഞു ജസ്റ്റ് നമുക്ക് അതിലൊന്ന് കയറിപ്പോകാനും പറഞ്ഞ് 12-1 മണി രാത്രി ഞാൻ വരുമ്പോണ്ട് എൻ്റെ ഷോപ്പ് തുറന്നിരിക്കുന്നു. കാരണം ഷട്ടർ ഇട്ടില്ല, ഗ്ലാസ് അടച്ചിട്ടുണ്ട്, ഷട്ടർ ഇട്ടിട്ടില്ല. ഉടനെ ഞാൻ അവിടെ നോക്കാൻ നിൽക്കുന്നതിന് അപ്പോൾ ഒരു ഹിന്ദിക്കാരനുണ്ട്, ഇപ്പുറത്ത് അയക്കുന്നുണ്ട്. 2 സ്റ്റാഫുണ്ട്. ഒരു ലേഡി വന്നില്ല, പകല് നിൽക്കാനൊക്കെ ആയിട്ട് പോകും, രാത്രിയിൽ 2 ആണുങ്ങളെ മേലുള്ളൂ. അവിടെ കിടക്കാൻ മേലെ താമസിക്കാൻ സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാണ്ട് വിശേഷം? ഒന്നുമില്ല മേഡം, നമ്മൾ ഷോപ്പൊക്കെ പൂട്ടി. നീ എവിടെയാ? ഞാൻ കിടക്കാൻ ഒരുങ്ങുമായിരുന്നു, താഴെ വരാൻ പറഞ്ഞേ. അപ്പോൾ തുറന്നപ്പോൾ ഷട്ടർ ഇപ്പറ തുറന്നാണ് ഇപ്പറ വരാൻ. ഞാൻ ഇതെന്താണെന്ന് ചോദിച്ചേ. ഇതെന്താ മിണ്ടുന്നില്ല, ഇങ്ങനെ നിൽക്കുക. ഇതാണ് നിന്നെ ഏൽപ്പിച്ചിട്ട് പോയാൽ നീ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഷോപ്പ് അശ്രദ്ധ. പൂട്ടിയിട്ടില്ല. ഞാൻ വിചാരിച്ചു വല്ല കള്ളന്മാരും കയറുക. പിറ്റേ ദിവസം വന്ന് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഷട്ടർ, അന്നേരം എൻ്റെ കൂടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഡ്രൈവർ. അവൻ ഇറങ്ങി ഷട്ടർ താത്തിട്ട് പൂട്ടി. ആ പൂട്ടിക്കൊണ്ട് ഞാനങ്ങ് പോയി. നാളെ മുതൽ ഷോപ്പ് ഓപ്പൺ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടുന്ന് ഷോപ്പ് മാറുകയത്. പിന്നെ അത് റെസ്റ്റ സെയിലിൽ എൻ്റെതായ നാട്ടിൽ കൊണ്ടുവന്നിട്ടെല്ലാം ഞാൻ കൊടുക്കുക. പിന്നെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ ഇല്ലാത്ത ആൾക്കാരുകളും ഉണ്ട്. അവർക്കെല്ലാം വിതരണം ചെയ്തു. കുടുംബക്കാർക്കും സ്വന്തക്കാർക്കും എല്ലാവർക്കും ഓരോ പേർക്ക് ഞാൻ കൊടുത്തു. എനിക്ക് ഒരുപാട് നഷ്ടം വന്നു. പിന്നെ ഞാൻ കുറെ സാരീസ് എടുത്ത് മാറ്റി വെച്ചു, സീരിയലൊക്കെ വരുമ്പോൾ എടുക്കാമല്ലോ. അന്നേരം ഞാൻ പർച്ചേസ് ഞാൻ സൂററ്റിൽ പോയിട്ട് ഞാൻ സാരി എടുത്തോണ്ട് വരുന്നത് എങ്ങനെയാ? എന്റെ ഒരാളെ ഇവിടെ ഈ കേരളത്തിൽ ഇങ്ങനെ സാരി ഉണ്ടാവരുത്, അങ്ങനത്തെ. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ ചോദിക്കും, ഇവിടെ ആരെങ്കിലും മലയാളികൾ വരാറുണ്ടോ കേരളത്തിൽ നിന്ന്? കേരള നോ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ ആരും വരുന്നില്ല. ഇവിടെ ഞാൻ നോക്കുമ്പോണ്ട് ഇത് കൊണ്ടുപോയി മിക്കവാറും അത് അവിടെ ഏക്കാ. ഞാൻ അങ്ങനെ പുതുമ്പോ നോക്കി, എനിക്ക് വേറൊരു കടയിലുള്ളത് എന്റെ കടയിലുള്ളത് എനിക്ക് ഇഷ്ടമല്ല. അതിന് ഇത്തിരി കുശുമ്പ് എനിക്കുണ്ട്, എനിക്കത് ഇഷ്ടമല്ല. അത് ഞാൻ ചെയ്യുന്ന ഡ്രസ്സിനാണെങ്കിലും അതെ, എൻ്റെ ഓർണമെന്റ്സ് അല്ലെങ്കിൽ ഞാനിടുന്ന എൻ്റെ ഡ്രസ്സുകളൊക്കെ എനിക്ക് എൻ്റെ ഒരു ഇതിൽ നിൽക്കണം. അത് വേറെ ആൾ ഞാൻ ചെയ്യുന്നതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു അയ്യോ എന്താ ഇങ്ങനെ, അതൊരു വ്യത്യസ്തത വരാൻ വേണ്ടിയിട്ടാണ്. ക്ലാസ്സിയൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. എനിക്കിഷ്ടം ഒരാൾ ഒരു ആണായാലും പെണ്ണായാലും അത് ഡ്രസ്സ് ചെയ്ത് വന്ന് നിൽക്കുന്നു. അതിന് പെണ്ണുങ്ങളെ മാത്രമല്ല നമ്മൾ ആണുങ്ങളെയും വാച്ച് ചെയ്യാറുണ്ട്. കൊള്ളാലോ, നല്ല ഷർട്ടാണല്ലോ, എനിക്ക് അങ്ങനെ ഇഷ്ടമാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സിന് ഞാൻ അതുപോലെ ബോംബെയിലാണ് ഞാൻ ഓർണമെന്റ്സ്, ഞാനിവിടെ ബിസിനസ് ചെയ്തപ്പോൾ ആ കൂടെ ഓർണമെന്റ്സ് കൂടെ സെറ്റ് ചെയ്തു. ഞാൻ അതിൻ്റെ കൂടെ ബാഗ്, അതിൻ്റെ കൂടെ എല്ലാം കുറെ ഞാൻ മാച്ചായിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്തു. പക്ഷെ എനിക്കത് വേണ്ട പോലെ അത് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം അത് എൻ്റെ കയ്യിലെ കുഴപ്പമായിരുന്നു. എനിക്കത് വേണ്ട പോലെ നല്ല സ്റ്റാഫ് വന്നില്ല. പിന്നെ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ മനസ്സ് ഭയങ്കരമായിട്ട് അങ്ങ് മാറ്റിച്ചു. ഞാനങ്ങ് വിട്ടു. അത് പിന്നെ ഞാൻ മനസ്സിൽ മാറ്റി വിട്ടു. ബിസിനസ് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിസിനസ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്നോട് അതുപോലെ ചേർന്ന് കൂട്ടുകക്ഷി വേണം. ഒരു കൂട്ടുകക്ഷി നല്ല എന്നെ പോലെ തന്നെ ഒരു ബിസിനസ് ലേഡി ആണെങ്കിൽ മേഡം നമുക്ക് രണ്ടും തുടങ്ങാം, മേഡം വെക്കോ, ഞാൻ നോക്കിക്കോളാം, മേഡം ഞാൻ അപ്പം നമുക്ക് ഉറപ്പായി. കാരണം അവർ നന്നായിട്ട് കൊണ്ടുപോകും. അത് തന്നെയാണ് എൻ്റെ ഇതിനകത്തും അത് എൻ്റെ പൊന്നമ്മാസ് കലവറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് കൊറോണ സമയത്താ. ഞാൻ ഈ കൊറോണ സമയത്ത് വീട്ടിൽ ഇരുന്നിട്ടേ എനിക്ക് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. എന്നാ ഇരിപ്പാ ഇത്, പുറത്തിറങ്ങാനും പറ്റുന്നില്ല, പിരിവിരിക്കുക, ഒന്നും ചെയ്യാനും ഇല്ല, എങ്ങോട്ടും പോകാനും പറ്റുന്നില്ല, ഇറങ്ങാനും പറ്റുന്നില്ല. പിന്നെ എന്താ ആലോചിക്കുന്നത് ഇങ്ങനെ പൊന്നമ്മാസ് കലവറ. അതെന്റെ ഫ്രണ്ട് സാറയാണ് പൊന്നമ്മാസ് കലവറ. ഞാൻ സാറെ ഡിസ്കസ് ചെയ്തു. സാറ് പറഞ്ഞു പൊന്നമ്മാസ് കലവറ നീട്ടോ പൊന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ പേരും കൊള്ളാലോ. അങ്ങനെ ആദ്യമേ ഞാൻ വിചാരിച്ചു എന്താ പൊന്നമ്മാസ് കലവറ. അപ്പം ഞാൻ ആ സമയത്ത് കോവിഡ് കത്തി ജ്വലിച്ച് നിൽക്കുന്ന സമയത്താണ്
ഇത് ഭയങ്കര സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഇത് അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ഈ കൊറോണ പിടിച്ച ആൾക്കാർ അവരൊക്കെ എന്നെ ഓർക്കുന്നുണ്ടോ ആവോ എനിക്കൊരു പ്രാർത്ഥിക്കണേ. എന്നാന്നറിയാം പറയാൻ കാര്യം, കൊറോണ പിടിച്ച സമയത്ത് ഒത്തിരി ആളെന്നെ വിളിച്ച് പൊന്നമ്മ ചേച്ചി ഇത്തിരി ഫുഡ് ഞങ്ങളുടെ ഭാഗത്ത് കൊണ്ടു വെക്കാവോ, ഞങ്ങൾക്ക് കൊറോണയാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് അടുക്കില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ വീട് എവിടെയാ? അവർ പറഞ്ഞു. അപ്പോൾ തന്നെ അവർ വീട് പറയുന്നു. ഞാൻ ഷാപ്പുകളെ സ്കൂട്ടർ 2 വീലറിന് ഫുഡും കൊടുത്തുവിട്ട് അവരുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ കൊണ്ടുപോയി ഫുഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അവരിങ്ങോട്ട് പോരും. അങ്ങനെ കുറേ പേർക്ക് അങ്ങനെ ഫുഡ് അവരെല്ലാം പൈസയൊക്കെ തന്നു കേട്ടോ. പൈസയൊക്കെ തന്നു. ആരോട് പൈസ തന്നിട്ട് കൊണ്ടിരുന്നൊന്നും പറഞ്ഞിട്ടില്ല. പൈസയുടെ കാര്യം പറയുമ്പോൾ സമാധാനമുള്ള കാര്യമാണ്. അവരെന്റെ മൊബൈൽ നമ്പറിൽ തന്നെ അവര് എന്റെ ബാങ്ക് ഒരു ലിങ്ക് ആണല്ലോ അങ്ങോട്ട് തന്നെ ചെയ്തു. പക്ഷെ അവിടെ പുറത്ത് വേറെ ആൾ വെച്ച് ആരും കൊണ്ടു കൊടുക്കാനും ഇല്ല. കാരണം പേടിയാ കൊറോണ കാരണം. നമുക്ക് അങ്ങനെയാണല്ലോ പണ്ട് എന്തോ മാറാരോഗം വരുന്നവരായി പോയി കൊറോണ വന്നപ്പോ. നമ്മളിപ്പോ 1 കിലോമീറ്റർ പോലും ആരും പോകുകയില്ല. അയ്യോ ആ പരിസര പ്രദേശത്ത് കൊറോണ, റോഡൊക്കെ തിരിച്ചു വിടുവല്ലേ, ബ്ലോക്കാ കണ്ടെയ്ൻമെന്റ് സോണുകൾ എല്ലാം. അതോ അപ്പൊ ഈ ഇങ്ങനെയുള്ള പാവങ്ങള് പെട്ടുകിടക്കുക. അപ്പൊ അതുങ്ങൾക്ക് പുറത്തിറങ്ങി മേടിക്കാൻ പറ്റുന്നില്ല, ഒന്നും ഉണ്ടാക്കി തിന്നാൻ പറ്റുന്നില്ല, വീട്ടിലൊരു സാധനമില്ല. അപ്പൊ എന്നെ വിളിച്ചു ഞാൻ പലയിടത്തും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഫുഡ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബ്ലെസ്സിങ് ഒക്കെ എനിക്ക് ദൈവം തരാതിരിക്കുവോ? അപ്പൊ ഞാനത് നന്നായിട്ട് ചെയ്തു. പിന്നെ എനിക്ക് നല്ലതായിട്ട് പോയി, ബിസിനസ് നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടായിരുന്നേ. അവിടെയും ഇതുപോലെയാ, എന്നെ കൊണ്ട് ധരിച്ചു പറ്റുകയില്ല. എനിക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാളെ എന്നോടൊപ്പം വേണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, എന്നോടൊപ്പം നിൽക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഉറപ്പായിട്ടും നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട്. കാരണം എനിക്ക് പിന്നെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, അത് ഉണ്ടാക്കാനും ഇഷ്ടമാണ്, കഴിക്കാനും. ചേച്ചിയായിട്ട് പുതിയ റെസിപ്പീസ് എനിക്ക് എന്റെ നാടൻ ഫുഡാണ്. ഞാൻ കോട്ടയം പല തനി നാടൻ ശൈലി എന്റെ ഫുഡ്. എന്റെ സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഫുഡ്. അവർക്ക് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും എന്റെ ഫുഡിനെ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും ഉണ്ട്. എപ്പം കണ്ടാലും എന്നോട് ചോദിക്കും എനിക്ക് ഇത്തിരി ഫുഡ് തന്നില്ല. കഴിഞ്ഞ സുരേഷ് ചേട്ടനെ കണ്ടപ്പോ ഇന്നും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? കാരണം സുരേഷ് ചേട്ടന് മാത്രം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി എല്ലാവർക്കും വല്ലതൊക്കെ ഇടയ്ക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. സുരേഷ് ചേട്ടൻ ആണെന്നേ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി അടുത്ത പൊന്നമാസ കളർ തുടങ്ങുമ്പോൾ വേണം സുരേഷ് ചേട്ടനെ എനിക്ക് പിടിച്ചോണ്ട് വരാൻ. സുരേഷ് ചേട്ടൻ എന്നാ വേണ്ടേ എന്നോട് പറ, ഞാൻ ഉണ്ടാക്കി തരാം. അങ്ങനെ എനിക്ക് സുരേഷ് ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുമാണ് സുരേഷ് ചേട്ടൻ. അതെല്ലാവരും ഫിലിം ഇൻഡസ്ട്രി, ഞാൻ പറഞ്ഞില്ലേ, ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്കും അവരെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അവരെ എല്ലാവരെയും ബഹുമാനിക്കുന്നു, അവരെന്നെ തിരിച്ചും ഞാൻ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നു, അവർ തിരിച്ചും എന്നെ റെസ്പെക്ട് ചെയ്യുന്നു. സന്തോഷം. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ടാലൻ്റ് ഉള്ള, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ന്യൂജൻ ആൾക്കാരുകൾ ഹീറോ ആയാലും ഹീറോയിൻസ് എടുത്താലും എല്ലാം നല്ല കുഞ്ഞുങ്ങൾ. പക്ഷെ ഞാൻ പറയുന്ന കുഞ്ഞുങ്ങളെയൊക്കെ പെട്ടെന്ന് കിട്ടുമോ ഈ സൗഭാഗ്യം? അപ്പൊ അവർക്ക് അതിന്റെ ഒരു വാല്യൂ മനസ്സിലാവാത്തതുകൊണ്ടാണോ? അതുപോലെ എ ലോങ് ഗുഡ് ബൈ, ഭയങ്കര പേര്. അതിന് സാദൃശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഷോർട്ട് മൂവിയില്. അതിനെപ്പറ്റി മോക്കൊന്നും അധികാരിയുമായിട്ട് പുറത്ത് പറയാൻ പറ്റില്ല, ഫെസ്റ്റിവലിന് വിടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആരും അത് പുറത്തൊന്നും പറയുന്നുമില്ല. അതിൻ്റെ ഒന്നും പിന്നെ ഫോട്ടോയോ അതിൻ്റെ ന്യൂസോ ഒന്നും വിലയിൽ വിട്ടിട്ടില്ല. പൊന്നമ്മ ബാബു എന്ന വ്യക്തിയിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ സിനിമാ ജീവിതത്തിനപ്പുറത്ത് പാചകം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, ഫാഷനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന അവരുടെ പടം നന്നായിട്ട് വരണം, ആൾക്കാർ ഒപ്പീനിയൻ അറിയണം, രണ്ടു വാക്ക് നല്ലത് കിട്ടി അത് സോഷ്യൽ മീഡിയയിൽ കൊടുക്കണം. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു അത്, മനസ്സിലായോ? പിന്നെ ഒരു കാര്യം, ഞാൻ എവിടെയാ എൻ്റെ മോടെ ഒരു ഇത് റിവ്യൂ വെക്കാൻ വേണ്ടിയിട്ട് ഒരു തിയേറ്റർ ഞാൻ അന്വേഷിക്കുക. അവിടെ ചെന്നപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു 8-10 ക്യാമറ.